മാലദ്വീപുമായി നയതന്ത്ര സംഘർഷത്തോളം എത്തിയ വിവാദത്തിനിടെ ലക്ഷദ്വീപിൽ കൂടുതൽ ശ്രദ്ധ നൽകി കേന്ദ്ര സർക്കാരിന്റെ പുതിയ നീക്കം. മിനിക്കോയിൽ പുതിയ വിമാനത്താവളം നിർമ്മിക്കാനാണ് തീരുമാനം. വാണിജ്യ ആവശ്യങ്ങൾക്ക് പുറമെ സൈനിക ആവശ്യങ്ങൾക്കും ഉപയോഗിക്കാവുന്ന വിധമായിരിക്കും ഇത്. ലക്ഷദ്വീപിൽ സന്ദർശിച്ചപ്പോഴത്തെ ഫോട്ടോകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കുവച്ചതിലാണ് തുടക്കം. ലക്ഷദ്വീപ് ലോകശ്രദ്ധയിലേക്ക് ഉയർന്നു. ടൂറിസം കൊണ്ട് മാത്രം ജീവിക്കുന്ന മാലിദ്വീപിന് വലിയ ആശങ്കയുമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഇകഴ്ത്തി മാലിദ്വീപിലെ മന്ത്രി വന്നതോടെ വിവാദമായി. അത് രാജ്യാന്തര ശ്രദ്ധയും നേടി. ഇന്ത്യയിൽ നിന്നുള്ള സഞ്ചാരികൾ കൂട്ടത്തോടെ മാലിദ്വീപ് യാത്ര റദ്ദാക്കിയതോടെ വിവാദത്തിന് തുടക്കമിട്ട അവർ തൃശങ്കുവിലായി. ഈ സാഹചര്യത്തിലാണ് ഇന്ത്യയുടെ തന്ത്രപ്രധാന നീക്കം. വാണിജ്യ സൈനിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന ഡ്യുവൽ പർപ്പസ് എയർഫീൽഡ് ലക്ഷദ്വീപിൽ നിർമ്മിക്കാൻ പോകുന്നു. ടൂറിസത്തിന്റെ അനന്ത സാധ്യതകളുള്ള ദ്വീപിൽ ഇനി വരും നാളുകളിൽ സഞ്ചാരികളുടെ ഒഴുക്കുണ്ടാകുമെന്നതിൽ സംശയമില്ല. അതിനൊപ്പം സമുദ്രത്തിലുള്ള സുരക്ഷാ ഭീഷണികൾ ചെറുക്കാൻ ഒരു താവളവും കൂടിയാകും ലക്ഷദ്വീപ്. ടൂറിസം രംഗത്തും ഗംഭീര പദ്ധതികളാണ് കേന്ദ്രം ആലോചിക്കുന്നത്. അതിലൊന്ന് മാലിദ്വീപ് മാതൃകയിൽ ദ്വീപുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന സീപ്ലെയിൻ സർവീസാണ്. ഇതിന് സ്പേസ് ജെറ്റിന് തത്വത്തിൽ അനുമതി ലഭിച്ചതായി സൂചനയുണ്ട്. രാജ്യാന്തര നിലവാരത്തിൽ സീ റിസോർട്ടുകളും വരും. ഇതോടെ മാലി ടൂറിസം ഭൂപടത്തിൽ അപ്രസക്തമാവുകയും ലക്ഷദ്വീപ് ലോകത്തിന്റെ ഏറ്റവും വലിയ ഡെസ്റ്റിനേഷനാവുകയും ചെയ്യും. ഇന്ത്യൻ ട്രാവൽ ഏജൻസികൾ മാലിദ്വീപ് പാക്കേജുകൾ റദ്ദാക്കി ലക്ഷദ്വീപ് പാക്കേജുകൾക്ക് വൻ ഓഫറുകളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കേന്ദ്ര സർക്കാർ തന്നെ നേരത്തെ പ്രഖ്യാപിച്ച വൻകിട വിനോദസഞ്ചാര പദ്ധതികളും നടപ്പിലാവാനുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം തന്ത്രപ്രധാനമായ ഈ എയർഫീൽഡ് ആയിരിക്കും മിനിക്കോയിലേത്. ഈ ദ്വീപുകളിൽ എയർ സ്ട്രിപ്പ് വികസിപ്പിക്കാൻ നിർദ്ദേശിച്ച പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിലുള്ള ആദ്യത്തെ സേനയാണ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ്. നിലവിലെ നിർദ്ദേശമനുസരിച്ച് മിനിക്കോയിൽ നിന്നുള്ള ഓപ്പറേഷനുകൾക്ക് എയർഫോഴ്സ് നേതൃത്വം നൽകും. എന്തായാലും ലക്ഷദ്വീപ് ഇനിയുള്ള കാലത്ത് വലിയ മുഖംമാറ്റത്തിനാണ് ഒരുങ്ങുന്നതെന്ന് ചുരുക്കം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18.